ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിത് സെക്കൻഡ് ടൈം ആണ് ടേക്ക് എടുക്കുന്നത്. ആദ്യം എടുത്തപ്പോൾ സ്റ്റോറേജ് ഫുള്ളായി, അവന് ഭാഗ്യമില്ല. അപ്പോൾ ഇതാണ് ബിജോ, എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ക്രൈസ്റ്റിലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് എടുത്തപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അന്നിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പോൾ ഒരു 3 വർഷമായില്ലേ? 3 വർഷത്തിന് മേലെയായി ഞങ്ങൾ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലോട്ട് അവൻ വന്നതാണ്. ഇനി അവൻ പറയട്ടെ ബാക്കി എന്നെ പറ്റിയുള്ള അഭിപ്രായം, നമ്മളെങ്ങനെ മീറ്റ് ചെയ്തെന്നൊക്കെ പറ. അഭിപ്രായം ഞാൻ പറയുന്നില്ല, ഞാൻ മീറ്റ് ചെയ്ത കാര്യം വേണമെങ്കിൽ പറയാം. മീറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ട്രൈമസ്റ്ററും തേർഡ് ട്രൈമസ്റ്ററും സെക്കൻഡ് ഇയർ. ഞാൻ കയറി വരുമ്പോൾ ഒരു ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു കുട്ടി, ഭയങ്കര ബുദ്ധി, ഫുൾ ടൈം ബോർഡിൽ നോക്കി, ഫുൾ ടൈം ക്ലാസ് അനുസരിച്ച് വെച്ച് പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായി മലയാളിയാണ്, ചാലക്കുടിക്കാരിയാണ്, ഇവിടെ നാട്ടുകാരിയാണെന്നൊക്കെ മനസ്സിലായി. എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എനിക്ക് പ്രൊമോഷൻ തന്നു ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന് ബാക്ക് ബെഞ്ചിലേക്ക്. നല്ല സാധ്യത പക്ഷെ ഈ പറയുന്ന പോലെ ഭയങ്കര പഠിപ്പിയാണ്. ഞാൻ പഠിക്കുന്നത്, ഞാൻ അതെ 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 അതെ. നമ്മുടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു, ഞാനും ബിജു, പിന്നെ രോഹിത്, ടീന, ശില്പ. ഞങ്ങൾ ഇത്രയും പേരാണ് ലാസ്റ്റ് ബെഞ്ചിൽ ഇരുന്നത്. അതെവിടുന്ന്? പക്ഷെ മാർക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം നല്ല മാർക്ക് ഉള്ളതുകൊണ്ട് വലിയ പിടുത്താരും പിടിക്കില്ല. ഞങ്ങൾ ബാക്കിലിരുന്ന് വൈബായിട്ട് അങ്ങനെ ഇരിക്കും. അതെ, ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നത് എത്ര ഫണ്ണാന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇവരുടെ ഒപ്പം പോയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈഫ് മൊത്തം ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷെ ബാക്ക് ബെഞ്ചിൽ കുറച്ചും കൂടെ ഫൺ ഉണ്ടെന്ന് മനസ്സിലായത് ഇവരുടെ കൂടെ കൂടി ഇപ്പോഴാണ്. അങ്ങനെ. ഇപ്പൊ നീ എവിടെയാ വർക്ക് ചെയ്യണം അതൊക്കെ പറ. വീട് അവന്റെ ഇരിഞ്ഞാലക്കുടയാണ്. ബയോഡാറ്റ ഇപ്പൊ എല്ലാം ഇല്ലേ? ഓക്കെ. അപ്പോൾ ബിജു ഒന്ന് വന്നിട്ട് അവനിപ്പോൾ തിരിച്ച് പോവും. പോകുന്നതിന് മുൻപ് ഞാനൊരു ചെറിയൊരു ക്ലിപ്പ് അവൻ്റെ എടുത്തതാണ്. അപ്പം അങ്ങനെയുള്ളൂ.